ഇന്ത്യ ഇങ്ങനെ നരേന്ദ്രമോദിജി കീഴിൽ 10 കൊല്ലം നമ്മൾ കണ്ട ഒരു കുതിച്ച ചാട്ടം, വികസിത ഭാരതം എന്ന ഒരു ലക്ഷ്യത്തിൽ അങ്ങനെ പോകുമ്പോൾ ഇവിടെയും നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ നാടിനെ നന്നാക്കാനും ഒരു വികസിത കേരളം കൊണ്ടുവരണം, സൃഷ്ടിക്കണം എന്നാണ് എനിക്ക് പറയാൻ എൻ്റെ ഒരു ആഗ്രഹം. ഇത് പാർട്ടീൻ്റെ ഒരു ദൗത്യം, നമ്മുടെ എല്ലാവരുടെയും ഒരു ദൗത്യം, ഒരു ലക്ഷ്യം ആയിട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ ചുമതല എടുത്ത് ആ ദിവസം പറഞ്ഞു, ഇവിടെ മാറ്റം കൊണ്ടുവരണമെങ്കിൽ BJP അധികാരത്തിൽ വരണം. ആ BJPനെ അധികാരത്തിൽ കൊണ്ടുവന്ന് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോവുള്ളൂ. അപ്പോൾ വികസനം എന്താണ്? വികസനം BJP NDA നരേന്ദ്രമോദിജി വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 3.5 കോടി മലയാളികൾക്ക് വികസനം, 3.5 കോടി മലയാളികൾക്ക് പുരോഗതി, ക്ഷേമം, ഇതാണ് BJPൻ്റെയും NDAൻ്റെയും ലക്ഷ്യം. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കുന്നൊരു വികസനം, വ്യവസായങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കുന്നൊരു വികസനം, യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നൊരു വികസനം, നിക്ഷേപം, തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നൊരു വികസനം. നമ്മുടെ ഈ നാട്, കേരള നാടിൻ്റെ സാധ്യത ഇതുവരെ സൃഷ്ടിക്കാത്ത സാധ്യത, അതിന് യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം. ഇതാണ് BJP NDA പറയുന്നൊരു വികസനം. ഞങ്ങൾ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ, BJP NDA വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഇലക്ഷൻ സ്ലോഗനല്ല. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം എന്ന് പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യമല്ല, ഒരു വാഗ്ദാനമല്ല. ഇത് ഞങ്ങളുടെ ദൗത്യമാണ്, ഞങ്ങൾ ചെയ്ത് കാണിച്ച ഒരു കാര്യമാണ്. ഈ വികസനത്തിനെ കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ആ യുദ്ധം, നമ്മുടെ ധീര സൈന്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് 1-2 വാക്ക് പറയാനുണ്ട്. ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ചില 1-2 രാഷ്ട്രീയ പാർട്ടീസ് ഉണ്ട്. കഴിഞ്ഞൊരു 1-2 കൊല്ലമായിട്ട് അല്ല, നോർത്ത് ഇന്ത്യ ഒരു വേറെ ഒരു രാജ്യമാണ്, നമ്മളൊരു വേറെ രാജ്യമാണ്. നോർത്ത് ഇന്ത്യനെ വിടൂ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം. ഇവരോടെല്ലാം ഇന്ന് പറയേണ്ടത്, നോർത്ത് ഇന്ത്യയിൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളും സഹിക്കുന്ന നമ്മുടെ രാജ്യക്കാരെ നമ്മൾ പിന്തുണ കൊടുക്കുന്നു, ഞങ്ങൾ അവരുടെ ഒപ്പം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയണം. ഇതാണ് BJP NDA. എല്ലാവരും ഈ രാജ്യത്തിൽ ഒരേ സമാനം, അവരുടെ കഷ്ടങ്ങൾ പരിഹരിക്കാൻ നമ്മളും ഉണ്ടാവും, നമ്മളെ കഷ്ടങ്ങൾ പരിഹരിക്കാൻ അവരും കൂടെ നിൽക്കും. ഞങ്ങൾ നാടിനെ വിഭജിക്കാൻ രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയല്ല. ആ യുദ്ധം നടക്കും. എങ്ങനെയാ തുടങ്ങിയത്? ഈ പാകിസ്ഥാൻ തുടങ്ങിയ യുദ്ധം 22 ഏപ്രിൽ, ഇത് മറക്കരുത്, 22 ഏപ്രിൽ 26 നിരപരാധി സാധാരണക്കാര് പഹൽഗാം സഞ്ചരിക്കാൻ പോകുമ്പോൾ അവരെ മതം ചോദിച്ച് ക്രൂരമായി കൊന്ന പാകിസ്ഥാനി ഭീകരവാദികളാണ് യുദ്ധം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ധീര സൈനികർ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, പ്രിസിഷൻ അറ്റാക്ക്, നമ്മുടെ ശക്തി തെളിവാക്കി കാണിച്ചു കൊടുത്തു പാകിസ്ഥാനികൾ.
26 കുടുംബത്തിന് നീതി നടപ്പിലാക്കി. ഇത് പാകിസ്ഥാൻ നിരപരാധികളെ കൊന്ന് ഇന്ത്യനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു ഭീരുത്വ കാര്യം, അവരൊരു ഭീരുത്വ പ്രോഗ്രാമാണത്. ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കവേർഡ്ലി, ഒരു ധൈര്യമില്ലാത്തൊരു കാര്യം, സാധാരണക്കാരെ കൊല്ലുക. ഇത് 10, 20, 30, 40 കൊല്ലമായിട്ട് നടക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പുതിയ ഇന്ത്യയാണ്, ഇത് പുതിയ ഭാരതമാണ്. നടക്കില്ല. 47-ലും തോൽപ്പിച്ചു, 65-ലും തോൽപ്പിച്ചു, 71-ലും തോൽപ്പിച്ചു, 99-ലും തോൽപ്പിച്ചു, ഇനിയും തോൽപ്പിക്കും പാകിസ്ഥാനെ ഈ ഇന്ത്യ. നമ്മുടെ നാട് ഇന്ത്യ ആരെയും ഉപദ്രവിക്കുന്ന നാടല്ല. നന്മ, സമാധാനം, വികസനം, ഈ മൂല്യങ്ങൾ ആണ് നമുക്ക് വേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. ഇതിൽ വിശ്വസിക്കുന്ന പാർട്ടിയും വിശ്വസിക്കുന്ന സർക്കാരാണ്. പക്ഷേ തിന്മയെതിരെ, തിന്മ നേരിടാൻ ബലപ്രയോഗവും ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയും ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിജി സർക്കാർ. ഇന്നലെ മിന്നാന്ന് ആരോ എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, പാകിസ്ഥാൻ ഒരു വന്യമൃഗം മാതിരിയാണല്ലോ പെരുമാറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ മൃഗങ്ങളെ അപമാനിക്കുന്നത്? പാവങ്ങൾ വന്യമൃഗങ്ങൾ എന്തിനാ അവരെ അപമാനിക്കുന്നത്? പാകിസ്ഥാൻ ഒരു പ്രാന്തായ വന്യമൃഗമാണ്. പ്രാന്താവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, ചികിത്സ ചെയ്യിപ്പിക്കുക. ആ ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സൈനികർ കൊടുക്കുന്നത് ഒരു ചികിത്സ. ആ പ്രാന്ത് മാറിയില്ലെങ്കിൽ അതിൻ്റെ വേറെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പാകിസ്ഥാനും ഇവിടെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും രാജ്യത്തിലും ഒന്നോരോണ്ട് ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ജനങ്ങളെ പേടിപ്പിച്ച്, ജനങ്ങളെ വിഭജിച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്യാനും എന്തെങ്കിലും കാര്യം നടത്താൻ അവരൊരു ശ്രമം. അത് പാകിസ്ഥാനും ചെയ്യുന്നുണ്ട്, ചില പൊളിറ്റിക്കൽ പാർട്ടീസും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന ഒറ്റക്കെട്ടായിട്ട് ഏത് സമുദായമാണോ, ഏത് മതമാണോ, എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യൻസും പറയുന്നു, ഈ ടെററിസം, ഈ ഭീകരവാദികളെ ഞങ്ങൾ തോൽപ്പിക്കും. ബ്രീഫിങ്ങിൻ്റെ സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ആരാണ് ബ്രീഫ് ചെയ്യുന്നത്? നമ്മുടെ മിലിറ്ററിൻ്റെ 2 സ്ത്രീ, ഒന്ന് കേണൽ ഹുമ ഖുറേഷി, മറ്റേത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മറുപടി കൊടുത്തത് നമ്മുടെ 26 കുടുംബത്തിന് സ്ത്രീകളെ വിഷമിച്ച് അവർക്ക് വേദന കൊടുത്ത് പാകിസ്ഥാനി ഭീകരവാദികളെ അവർക്കൊരു മറുപടി കൊടുത്തത് ആരാണ്? ഇന്ത്യ മിലിറ്ററിയിൽ നിന്ന് 2 സ്ത്രീകൾ. അതിൽ തന്നെ ഒരു മെസ്സേജാണ് പാകിസ്ഥാൻ, ഇത് ചെയ്യണ്ട, ഈ പ്രാന്ത് നിർത്തണം. നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ചികിത്സ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അടുത്തുമുണ്ട്, നമ്മുടെ സൈനികരുടെ അടുത്തുമുണ്ട്. അത് ചെയ്യാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും ആ ഇഞ്ചക്ഷൻ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാവരോടും പറയണം, നമ്മുടെ ഒരു പിന്തുണ നമ്മുടെ സൈനികരുടെ ഒപ്പം ഉണ്ടാവണം. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു ആഴ്ച, ഒരു മാസം, 2 മാസം, 6 മാസമാണെങ്കിലും ആ പിന്തുണ ഉണ്ടാവും. നരേന്ദ്രമോദിജി ചെയ്യുന്ന കാര്യങ്ങൾ പാകിസ്ഥാനെതിരെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് പറയണം. ഇത് എല്ലാവരോടും പോയി പറയണം. ഈ നാട്, ഈ രാജ്യം ഭീകരവാദിൻ്റെ എതിരെ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും നമ്മുടെ സൈനികർക്കും കംപ്ലീറ്റ് സപ്പോർട്ട്, കംപ്ലീറ്റ് പിന്തുണ കൊടുക്കും,
ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു പട്ടാളക്കാരൻ്റെ മകനാണ്. വയനാട് ജനങ്ങൾ ഈ വയനാട് ദുരന്തത്തെ സമയത്ത് കണ്ടല്ലോ നമ്മുടെ സൈനികരുടെ പ്രവർത്തനങ്ങളും അവർ എത്ര കാര്യങ്ങൾ ഇവിടെ ചെയ്തു എന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, ഇന്ന് എൻ്റെ ഒപ്പം 3 ഭാരത് മാതാ കി ജയ് എന്ന് പറയണം. അത് ഇസ്ലാമാബാദിൽ പാകിസ്ഥാനികൾ കേൾക്കണം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നന്ദി. അപ്പോൾ ഞാൻ വികസിത കേരളത്തിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞല്ലോ വികസനം എന്താണെന്ന്. ഈ നാട്ടിൽ 3 മുന്നണികളുണ്ട്. കോൺഗ്രസ് ഉണ്ട്, LDF ഉണ്ട്, BJP NDA ഉണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ 5 കൊല്ലം ജനങ്ങൾ ചിന്തിച്ചിട്ട് ഒരു വോട്ട് കൊടുക്കുന്നു. ആ വോട്ട് കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? ഈ പാർട്ടി അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ പാർട്ടിയാണ്. എൻ്റെ കുട്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാവിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് അവസരം ഭരിക്കാൻ, LDFന് കിട്ടിയിട്ടുണ്ട് അവസരം ഭരിക്കാൻ, BJP NDAക്ക് കിട്ടിയിട്ടുണ്ട് അവസരം ഭരിക്കാൻ. ജനങ്ങൾ വിശ്വസിച്ചിട്ട് അവസരം കൊടുക്കുന്നു. അത് ഞാൻ നീണ്ടിട്ട് പറയുന്നില്ല. പക്ഷേ 10 കൊല്ലം ജനങ്ങൾ ഭരിക്കാൻ കോൺഗ്രസിന് അവസരം കൊടുത്തു സെൻറ്ററിൽ. ഇവിടുന്ന് 8 മന്ത്രിമാരായിരുന്നു കേരളത്തിൻ്റെ മന്ത്രിമാർ 2004 മുതൽ 2014. 8 മന്ത്രിമാരായിരുന്നു മലയാളി. എന്നിട്ട് ഇവിടുത്തെ MP കോൺഗ്രസ് MP. മകൻ പോയി, മകൾ വന്നു, അതും കോൺഗ്രസ് MP. എന്നിട്ട് എന്താ നടന്നത് 10 കൊല്ലം? ആ വന്യമൃഗശല്യം പോയോ? ഇല്ല. വയനാടിൻ്റെ ദുരന്തം അതിനെ പരിഹരിക്കാൻ എന്തെങ്കിലും ആദ്യം ചെയ്തോ? ഇല്ല. ഇവിടെ തൊഴിലോ വ്യവസായമോ നിക്ഷേപം എന്തെങ്കിലും വന്നോ? ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും വന്നോ? ഇല്ല. വിദ്യാഭ്യാസം, സ്കില്ലിംഗ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഏതെങ്കിലും ഒരു പദ്ധതി കർഷകർക്കോ പാവങ്ങൾക്കോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ജനങ്ങൾ വിശ്വസിച്ച് 10 കൊല്ലം ഭരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ 8 മന്ത്രി ഇവിടുന്ന് അയച്ചപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്തത്? അഴിമതി. 10 കൊല്ലം നാട് കാണാത്തൊരു അഴിമതിയാണ് അവിടെ നടന്നത്. കോൾഗേറ്റ്, ടെലികോം സ്കാം, സബ്മറീൻ സ്കാം, ഹെലികോപ്റ്റർ സ്കാം, ഏത് സ്കാമാണ്, എല്ലാ പ്രോജക്റ്റിലും സ്കാം. വികസനോ 0. ആ 10 കൊല്ലത്തിൽ ശക്തമായ ഇക്കോണമി വെച്ച് പോയ അടൽ ബിഹാരി വാജ്പേയി വെച്ച് പോയ ശക്തമായ ഇക്കോണമിന് ഏറ്റവും ദുർബലമായ ഇക്കോണമി ആക്കി മാറ്റി കോൺഗ്രസ് പാർട്ടി. ജനങ്ങൾ വിശ്വസിച്ചു, അവസരം കൊടുത്തു. കോൺഗ്രസ് ചെയ്ത പണി എല്ലാവർക്കും അറിയാം. LDF എന്ത് ചെയ്തു? 16 മുതൽ ഇതുവരെ 9 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു അവസരം കൊടുത്തു. 10 കൊല്ലം ആവാൻ പോകുന്നു ഭരിക്കുന്ന CPM എന്ത് ചെയ്തു? ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ഭരിക്കുന്നുണ്ട്. 9 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ കടം എടുക്കാണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു ഇഞ്ച് പോകാൻ കഴിയില്ല. അതാണ് സ്ഥിതി. ആശാ വർക്കേഴ്സ് 100 രൂപ വർദ്ധിക്കുന്ന ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ കാശില്ല. KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുത്തെ വന്യമൃഗശല്യം ഇവർ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണമെന്ന്. 10 കൊല്ലം 22 സാധാരണക്കാരെ കൊന്ന് ഇവിടെ മരിച്ച സ്ഥലമാണ് വയനാട്. 50 പേരെ ഇഞ്ചുറി ചെയ്ത് വന്യമൃഗശല്യം.
23 നരേന്ദ്രമോദിജി സർക്കാർ അവിടുന്ന് പാസ്സാക്കിയ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല. അത് ചെയ്താൽ ഇതിൻ്റെ എല്ലാം പരിഹാരം ആ ബില്ലിലുണ്ട്. പക്ഷെ ചെയ്യില്ല, ചെയ്യാൻ താല്പര്യമില്ല, ചെയ്യാൻ കഴിവില്ല. പദ്ധതികൾ നരേന്ദ്രമോദിജി അയക്കുന്ന പദ്ധതിയിൽ ഒരു സ്റ്റിക്കറും ഫോട്ടോ ഒട്ടിച്ച് ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് ഗവൺമെൻറ്. ഇത് ഞാനല്ല പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു, അസംബ്ലിയിൽ പറയുന്നു, CPM-ന്റെ രാജവംശത്തിൻ്റെ മരുമോനോട് നോക്കി പറയുന്നു. ആകെ ഈ നാട്ടിൽ നടന്നത് ഒരു ഹൈവേ ആണ്. ആ ഹൈവേ ഉണ്ടാക്കിയതാരാ? നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും. അതാണ് സത്യം. ജനങ്ങൾ വിശ്വസിച്ചു, അവസരം കൊടുത്തു. 10 കൊല്ലം ഒന്നും ചെയ്തില്ല, ചുക്ക് ചെയ്തതാണെങ്കിൽ അഴിമതി. കോൺഗ്രസ് 10 കൊല്ലം അഴിമതി ചെയ്തല്ലോ, അപ്പോൾ CPM-ഉം ചെയ്യുന്നു. മകളുടെ കമ്പനിയിൽ കാശ് വരുന്നു, ഒന്നും ചെയ്യാണ്ട് കാശ് കോരി കമ്പനീസ് കൊടുക്കുന്നു. ഇതാണ് 10 കൊല്ലം അവസരം കൊടുത്തപ്പോൾ കിട്ടിയപ്പോൾ ചെയ്തു കാര്യങ്ങൾ. എന്നിട്ട് നരേന്ദ്രമോദിജിയോ 2014 ജനങ്ങൾ മതി എന്ന് പറഞ്ഞ് മാറ്റി കോൺഗ്രസിനെ. നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്ത്? കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ആ കുതിപ്പിന്റെ കാരണമാണ് ഇന്ന് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ട് നമ്മുടെ സൈനികർ അവിടെ യുദ്ധം ചെയ്യുന്നത്. അതേ ദുർബലമായ ഇക്കോണമി, കോൺഗ്രസ് വിട്ടുപോയ ദുർബലമായ ഇക്കോണമി ഇന്ന് ലോകത്തിന്റെ 4ാം നമ്പർ ഇക്കോണമിയാണ്. എല്ലാവർക്കും പദ്ധതികൾ, വീടുണ്ടാക്കാൻ, വീട്ടിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ, വീട്ടിൽ കുടിവെള്ളം കൊണ്ടുവരാൻ, റോഡ്, ഹൈവേ, എയർപോർട്ട്, വിദ്യാഭ്യാസം, സ്കില്ലിംഗ്, ആരോഗ്യം. അവിടെ എന്താ ആരോഗ്യം, PM ആയുഷ്മാൻ, ചെറിയ ഒരു വ്യവസായമാണെങ്കിൽ വായ്പ, PM മുദ്ര. എല്ലാവർക്കും നമ്മുടെ സമാജത്തിൽ ആരുമില്ല ഗവൺമെന്റ് നരേന്ദ്രമോദിജി ഒരു പദ്ധതി ഉണ്ടാക്കാത്ത. അതാണ് വ്യത്യാസം. കോൺഗ്രസും LDF-ഉം അവസരം കിട്ടുമ്പോൾ, ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ വികസനം ചെയ്യില്ല, അഴിമതി ചെയ്യും. വികസനം ചെയ്യില്ല, ജനങ്ങളെ വിഡ്ഢിയാക്കും. വികസനം ചെയ്യില്ല, ജനങ്ങളെ വിഭജിച്ച് വിഷം നിറച്ച് നുണ പറഞ്ഞ് സമുദായവും മതത്തിൻ്റെ പേരിൽ വിഭജിക്കുക. ഇതാണ് കോൺഗ്രസും LDF ചെയ്യുന്ന കാര്യങ്ങൾ. BJP NDA 2014 മുതൽ ഇന്ന് പറയുന്നത് നരേന്ദ്രമോദിജി സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. എന്നിട്ട് ഞങ്ങളെയാണ് വർഗീയവാദി എന്ന് വിളിക്കുന്നത്. ആരാ വിളിക്കുന്നത് വർഗീയവാദി? 65 കൊല്ലമായിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കി, വിഭജിച്ച്, വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത 2 പാർട്ടികളാണ് ഈ വർഗീയവാദി എന്ന് പറഞ്ഞു നടക്കുന്നത്. ഞാൻ ഹമാസിന് എതിരെ പറഞ്ഞാൽ ഞാൻ വർഗീയവാദി, അതെങ്ങനെ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇന്ന് ഈ നാട്ടിൽ വികസനം ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP NDA ആണ്. അത് BJP NDA മാത്രമാണ്. വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കി വാക്ക് പാലിക്കാത്ത പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് LDF-ഉം കോൺഗ്രസും. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആരാണ്? BJP NDA. ജനങ്ങളെ വിഡ്ഢിയാക്കി, നുണ പറഞ്ഞ്, വിഭജിച്ച്, വിഷം നിറച്ച്, ജനങ്ങളെ മതവും സമുദായം പറഞ്ഞ് വിഭജിക്കുന്ന പാർട്ടി ആരാണ്? പാർട്ടികൾ ആരാണ്? കോൺഗ്രസ്, LDF.
ആരാണ് സത്യത്തിൽ വർഗീയവാദി? ആരാണ് ഈ വികസിത ഭാരതം, സുരക്ഷിത ഭാരതം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി? BJP NDA. 26 നവംബർ 2008 പാകിസ്ഥാനി ഭീകരവാദി മുംബൈയിൽ വന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ അന്ന് നമ്മുടെ സൈനികർക്ക് മോഡേൺ എയ്റോപ്ലെയിൻ ഉണ്ടായിരുന്നില്ല, ജെറ്റ് ഫൈറ്റർ ഉണ്ടായിരുന്നില്ല, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല, തോക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താണ് അന്നത്തെ സർക്കാർ ചെയ്തത്? ഇത് പാകിസ്ഥാനി ഭീകരവാദിയല്ല, ഇത് RSSന്റെ ഒരു ഗൂഢാലോചനയാണ്. ആര് പറഞ്ഞു? കോൺഗ്രസ് സർക്കാർ. എന്തായിരുന്നു സത്യം? പാകിസ്ഥാനി ഭീകരവാദി ചെയ്ത. ഇന്ന് നടക്കുമോ അത്? ഇന്ന് പാകിസ്ഥാനി ഭീകരവാദി ഇന്ത്യയിൽ വന്ന് സാധാരണക്കാരെ നിരപരാധിയെ കൊന്നാൽ നരേന്ദ്രമോദിജി അവർക്ക് ചികിത്സ കൊടുക്കാൻ നമ്മുടെ ആർമിയും മിലിറ്ററിയും അവിടെ എത്തി അവർക്കൊരു ലെസൺ കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് മാറ്റം, ഇതാണ് വികസനം. ഒരു വികസിത ഭാരതത്തിന് വേണ്ടി ഒരു സുരക്ഷിത ഭാരതം ഉണ്ടാക്കുന്ന ഒരു നരേന്ദ്രമോദിജിയും BJP NDAയും. അതേപോലെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണം, ഒരു സുരക്ഷിത കേരളം സൃഷ്ടിക്കണം. അതാണ് BJP NDAൻ്റെ ഒരു ലക്ഷ്യവും ദൗത്യം. ഞാൻ അവസാനം പറയാൻ 1-2 കാര്യങ്ങൾ. ഒന്ന്, അഡ്വക്കേറ്റ് ശ്രീകാന്ത്ജി മുമ്പോട്ട് വയ്ക്കും അടുത്ത 5-6 മാസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. എനിക്ക് ഒരു സംശയമില്ല ജനങ്ങൾക്ക് ഇവിടെ മാറ്റം വേണമെന്ന്. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് BJP NDA വരണം. BJP NDA അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദിജിയുടെ ഒപ്പം ഗ്രാമപഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റിയാണോ, കോർപ്പറേഷനാണോ, ബ്ലോക്ക് പഞ്ചായത്താണോ, ജില്ലാ പഞ്ചായത്താണോ, നരേന്ദ്രമോദിജിൻ്റെ ഒപ്പം കാര്യങ്ങൾ ചെയ്യാൻ ഒരു അവസരം കിട്ടിയ വളരെ മാറ്റം കൊണ്ടുവരാൻ BJP NDA സർക്കാരിന് കഴിയുന്നു. ഇത് ജനങ്ങൾക്കറിയാം. അധികാരത്തിൽ വരണം എന്ന് നമ്മുടെ ദൗത്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, അതിനുവേണ്ടി നിരാന്ത പരിശ്രമം അതാണ് വേണ്ടത്. അധ്വാനിക്കണം, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കണം. കോൺഗ്രസും LDFനും ഒന്നും ചെയ്യാണ്ട് ആണ് ജയിക്കുന്നത്. നുണ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കിയിട്ടാണ് ജയിക്കുന്നത്. അത് ഇനി നടക്കില്ല. ഈ വികസനവും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മെസ്സേജ് എടുത്ത് ജനങ്ങളുടെ അടുത്ത് പോകണം. ഈ വികസന സന്ദേശം എല്ലാവരുടെ എത്തിപ്പിക്കണം. BJP ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു പ്രവർത്തകനാണ്. ഞാൻ എൻ്റെ റോൾ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ 100% അധ്വാനിച്ചാൽ ഞാൻ 500% അധ്വാനിക്കാൻ തയ്യാറാണ്. ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു, ഞാനിവിടെ നേതാവാവാനല്ല വന്നിരിക്കുന്നത്. വികസിത കേരളം സൃഷ്ടിക്കാൻ, പാർട്ടീനെ ജയിപ്പിക്കാനോ പാർട്ടീൻ്റെ ഒരു കാൻഡിഡേറ്റായിട്ട് ജയിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ നേതാവ് ആക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മനസ്സിൽ വെക്കണം. നമുക്ക് നാടിനെ നന്നാക്കണം, മുമ്പോട്ട് പോകണം, നാട് മുമ്പോട്ട് പോകണം. ഇവിടെ ജനങ്ങൾക്ക് വികസനവും പുരോഗതി ഇന്ത്യ മൊത്തം ഇത് നടക്കുമ്പോൾ ഇവിടെ അത് നടക്കണം. ഇനി മാറാത്തത് ഇനി മാറണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.